നമസ്കാരം. കൃഷിപാഠത്തിലേക്ക് സ്വാഗതം. ചിലരുടെയെങ്കിലും വീട്ടിലെ മാവുകൾ പൂക്കാതിരിക്കുകയും അഥവാ പൂത്താൽ തന്നെ മാങ്ങകൾ ഉണ്ടാകാൻ താമസിക്കുകയും അല്ലെങ്കിൽ ആ പൂക്കൾ പൊഴിഞ്ഞു പോകുന്നതും ഒക്കെ ആയിട്ടുള്ള പരാതികൾ ധാരാളം ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. മാവ് നടാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമായിരിക്കണം. കാരണം സൂര്യപ്രകാശം ആവശ്യത്തിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാവുകൾ സമയത്തിന് പൂക്കുകയും കായ്ക്കുകയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂര്യപ്രകാശം ഉറപ്പാക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൈകൾ നട്ട്, അതായത് ഗ്രാഫ്റ്റുകൾ നട്ട് 1 വർഷം കഴിയുമ്പോൾ തന്നെ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങും. ആ പൂക്കൾ നമ്മൾ ഒരു കാരണവശാലും നിലനിർത്തരുത്, അത് ഒടിച്ച് കളയുക തന്നെ വേണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മുടെ മരത്തിൻ്റെ ആരോഗ്യത്തെ സാരമായിട്ടത് ബാധിക്കും. ഗ്രാഫ്റ്റ് നട്ട് 3 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പൂക്കാനായിട്ട് അനുവദിക്കാവൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള 3 വർഷം കഴിഞ്ഞ ഗ്രാഫ്റ്റുകൾ സമയത്തിന് പൂക്കാനും കായ്ക്കാനും ഒക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ 3 വർഷത്തിൽ കൂടുതൽ പ്രായമായിട്ടുള്ള ഗ്രാഫ്റ്റുകളിൽ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും 7 മുതൽ 8 മാസം പ്രായമായിട്ടുള്ള ശിഖരങ്ങൾ ഉണ്ടായിരിക്കണം. ആ ശിഖരങ്ങളിലാണ് പൂക്കളുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് 7-8 മാസം പ്രായമായ ശിഖരങ്ങൾ നമുക്ക് ഡിസംബറിൽ ആ ചെടിയിൽ ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് ഉറപ്പ് വേണം അല്ലേ. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? മെയ് മാസം ആകുമ്പോഴത്തേക്കും, അതായത് ഈ മാസത്തിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അതായത് മാവിൻ്റെ കൊമ്പിൻ്റെ അറ്റങ്ങൾ മുറിച്ച് കൊടുക്കണം. ഇത്രയും ചെയ്താൽ മതി. ഡിസംബർ ആകുമ്പോഴത്തേക്കും 7-8 മാസം പ്രായമായിട്ടുള്ള ശിഖരങ്ങൾ ആ മാവിലുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ഇങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തിയ മരങ്ങൾക്ക് നല്ല വെള്ളവും കൊടുക്കണം, വളവും കൊടുക്കണം. വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്താൽ മതി. ഒരു 100-150 ലിറ്റർ വെള്ളം കൊടുക്കണം. അത് ഒക്ടോബർ വരെ കൊടുത്തിട്ട് പതുക്കെ നിർത്തുക. കാര്യം വെള്ളം കൊടുക്കാതിരിക്കുമ്പോൾ മാത്രമേ ചെടികൾക്ക് പൂക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുകയുള്ളൂ. അതല്ല നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പൂക്കാനുള്ളൊരു പ്രവണത കുറയും. പിന്നെ വളത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജൈവവളം എത്രത്തോളം ഇടാമോ അത്രത്തോളം ഇട്ട് കൊടുക്കാം. നമ്മളൊരു 30 കിലോ എങ്കിലും ജൈവവളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം, വർഷത്തിലാണേ. അതുപോലെ തന്നെ 7 കിലോ എല്ലുപൊടിയും ഒരു 15 കിലോ ചാരവും ഒരു മാവിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നവംബർ മാസത്തിൽ ഒരു 2 കിലോ പൊട്ടാഷ് ചേർത്ത് കൊടുക്കുന്നത് പൂക്കാൻ നല്ലതാണ്. നന്നായിട്ട് പൂക്കൾ വരും. അതുപോലെ തന്നെ പൂക്കൾ പൊഴിയാതിരിക്കാനും അത് സഹായിക്കും. പൊട്ടാഷ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കരിയില കൂട്ടിയിട്ടിട്ട് മാവിൻ്റെ ചുവട്ടിൽ പുകയിട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം. ഈ കൊമ്പുകളിൽ നന്നായിട്ട് പുക കൊള്ളണം. ഈ പുക കൊള്ളിക്കുന്നത് നന്നായിട്ട് പൂക്കാനും കായ്കൾ പിടിക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ. മാവ് നന്നായി പൂത്ത് കഴിഞ്ഞ ശേഷം എല്ലാ ദിവസവും വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നനച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പൂക്കൾ പൊഴിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാ ദിവസവും നനച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും കുറഞ്ഞത് ഒരു 50 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മാവ് പൂക്കും, നന്നായിട്ട് കായും തരും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പേർക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.